ഹലോ ഗായ്സ്, മാരേജ് പ്രിപ്പറേഷൻ എന്നായി എന്ന് കുറെ പേര് ചോദിക്കും. എല്ലാരും ചോദിക്കും കല്യാണം എവിടെ വരെയായി, കല്യാണം എവിടെ വരെയായി. കല്യാണം ഇപ്പൊ എത്തി. നമ്മള് പ്രിപ്പറേഷൻ ഒക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ മെയിൻ പ്രിപ്പറേഷൻ നമ്മളൊരു 1 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തു. 11 മാസം മുമ്പ്. 11 മാസം മുന്നേ നമ്മളൊരു അതിന്റെ ഒരു ബിഗ് പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് കല്യാണത്തിന് വേണ്ടിയുള്ള ഗോൾഡ് മേടിക്കാനുള്ള പ്രിപ്പറേഷൻ. ആ ഗോൾഡ് നമ്മൾ ഭീമേന്ന് എടുക്കുന്നത്. ഭീമയുടെ ഒരു സ്കീം വെച്ച് നമ്മളൊരു 1 വർഷം മുന്നേ സ്കീമിൽ പോയി ചേർന്നു. ഞാൻ ഒരു സഞ്ചി വല്ലതും പോയി എടുക്കട്ടെ. എന്തിനാ ഗോൾഡ് എടുത്തോണ്ട് വരാം? എന്തിനാ സഞ്ചിയാക്കുന്ന? ചാക്കെടുക്ക്. ശരിക്കും നമ്മുടെ വെഡിങ് കംപ്ലീറ്റ്ലി നോ ഗോൾഡ് വെഡിങ് ആണ്. നോ ഗോൾഡ് വെഡിങ് എന്ന് പറഞ്ഞിട്ട് ഭീമ ഇപ്പൊ എന്ത് ഗോൾഡ് എടുക്കുന്നത് തോന്നുന്നല്ലേ? ശരിക്കും നമ്മുടെ ഡെയിലി വെയർ, അതായത് ഇപ്പൊ റിങ്, താലി, മാല, ഇതൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നതാണ്. അത് മാത്രമാണ് ഗോൾഡ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ ഗോൾഡ് ഒന്നും തന്നെ എടുക്കുന്നില്ല. നമ്മുടെ ഗോൾഡ് ട്രീ മെച്ചർ ആയിട്ടുണ്ട്. അപ്പൊ അതിന് പോയി നമുക്ക് ശരിക്കും ഞങ്ങൾ 1 വർഷം മുന്നേ എടുക്കുന്നതിന് പ്ലാൻ ചെയ്തത് എല്ലാ ഗോൾഡും ഈ ഗോൾഡ് ട്രീയിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. 2 മോതിരം എടുക്കാനുള്ളത് മാത്രമേ ഗോൾഡ് ട്രീയിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോ ഗോൾഡ് വെഡിങ്ങിന്റെ ഫസ്റ്റ് ഗോൾഡ് പർച്ചേസ്. മോതിരം മാത്രമേ ഉള്ളൂ നമ്മുടെ കല്യാണത്തിന് ഗോൾഡ്. ആണോ? ഞാൻ വേറെ ചെയ്യുന്ന ഗോൾഡ് അത് മാത്രമായിരിക്കും. ഞാൻ ജ്വല്ലറി ഞാൻ വരെ രംഗണ്ണന്റെ മറ്റേ കഴുത്തല തൊടലും കയ്യല അതൊക്കെ ഇടണം എന്റെ ആഗ്രഹം. വെള്ള ഷർട്ടും. നമുക്ക് നാളെ ഭീമ പോയി കാണാം. ഒരു മോചനയില്ല. അടുത്തത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഇനി അടുത്ത വർഷം അങ്ങനെ കുഞ്ഞുണ്ടായി 28 അരഞ്ഞാണം കേട്ടോ. സിംഹത്തിന്റെ തലയുള്ള മോതിരമൊക്കെ ഉണ്ട്. ആണോ? സിംഹം കടിക്കണം കണ്ടാ പേടിച്ച്. ബാഹുബലി. മോതിരം എടുത്തേക്കാം, അവര് ചെയ്തു തരുമെന്ന് പറഞ്ഞു. എന്ത് മോതിരം? ചെറിയ സ്റ്റോൺ വരുന്നതെന്തേലും. ഇടത്തെ കൈ തന്നെ ഇടാം. കുഴപ്പമൊന്നുമില്ല. ഇടത്തെ കയ്യിലിടാം. ഞാൻ നഖം ഇതിലാണ്. ലുക്ക് ഈ കൈക്കായിരിക്കും. അങ്ങനെ ഇടത്തെ വലത്തെ കൈക്ക് വണ്ണം കൂടുതലായിരിക്കും. ഇതില് ഇവിടെ അകത്ത് ഡേറ്റ് വല്ലതും എഴുതണോ? റിങ് എടുത്തു. അതിന്റെ റിങ് ഇഷ്ടപ്പെട്ടോ? പ്ലെയിൻ റിങ്. നമ്മൾ കല്യാണത്തിന് ഇടുന്ന ഒരേ ഒരു സ്വർണ്ണത്തരി എന്ന് പറയുന്നത് ആ ഗോൾഡ് റിങ്. വേറൊരു സ്വർണ്ണം ഇടുന്നില്ല. കംപ്ലീറ്റ്ലി നോ ഗോൾഡ് വെഡിങ്. ഞാൻ പറയണുണ്ടല്ലോ, മറ്റേ പരന്ന മോതിരത്തിൽ ഇങ്ങനെ ഗന്ധിന്ന് എഴുതി ഇങ്ങനെ പൂമ്പാറ്റയൊക്കെ ഇട്ട് അതായിരുന്നു അതിന്റെ ഒരു ഇത്. അത് വേണ്ട. താലിയും കൂടെ നോക്കാം. കാശില്ലാത്തോട്ട് മോതിരം പാത്രം എടുക്കാനുള്ള കാശ് ഗോൾഡ് ട്രീയിൽ വന്നു. 1 വർഷം മുന്നേ ഗോൾഡ് ട്രീ തുടങ്ങി. 11 months ഗോൾഡ് ട്രീ. മൊത്തം 5 ഗ്രാമിന്റെ ഗോൾഡ് സമ്പാദിച്ചു. അതെ, ഭയങ്കരം തന്നെ. മാല, മോതിരം, ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ കിട്ടിയത് മോതിരം മാത്രം. അതിനുള്ള കാശേ ഇട്ടുള്ളൂ. 2 മോതിരം ഞങ്ങൾ ഒപ്പിച്ചു. ഇത് വേണമെന്നായിട്ട് പറഞ്ഞതേ ഉള്ളായിരുന്നു. പറഞ്ഞോളൂ, കാറിലെ ടിഷ്യൂ പേപ്പർ തീർന്നത്. ഇത് ഗോൾഡ് കാണിക്കാം. 2 എണ്ണം. 2 കൂടെ ഒരു പെട്ടിക്കകത്താക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ലാഭിക്കണ്ട. 2 പെട്ടിക്കകത്ത്. ഈ ഒരു നിക്കറിന്റെ ഓളെ കൂടെ കാലിട്ട ചെറുക്കൻ. അതാ ഭീമയുടെ ഐക്കൺ. പിന്നെ താലി, മാലയും അത് അച്ഛത്തിന്റെ വീട്ടുകാരും മേടിച്ചു തരും. അത് അമ്മയുടെ കുത്തക അവകാശമായിട്ട് അമ്മ പ്രഖ്യാപിച്ചു. ഞങ്ങൾ എടുക്കരുത്, അമ്മ തന്നെ എടുക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ വന്നെടുത്തോളൂ. എന്താണ് ഈ ഗോൾഡ് പർച്ചേസിനെ പറ്റി ഇതിന് പറയാനുള്ളത്? ഇത് ഇച്ചിരി നേരം മാസ്ക് മാറ്റാം. അതായത് ഇൻഫെക്ഷൻ ആവുകൊണ്ട് മാസ്ക് മാറ്റാൻ മേല. നല്ല എക്സ്പീരിയൻസ് കാശുണ്ടാക്കി. ഇല്ലേ നമ്മളിങ്ങനെ അയ്യോ ഇതിന് എക്സ്ട്രാ എത്ര കൊടുക്കേണ്ടി വരും? GST എല്ലാം കൂടെ. എന്തായാലും നമ്മള് സ്വരുക്കൂട്ടിയ ഗോൾഡിൽ 2 മോതിരം എടുത്തു. അത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കണം. അതിനാണ് 1 വർഷം മുന്നേ വന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ സീറോ ഗോൾഡ് വെഡിങ്ങിന്റെ ഫസ്റ്റ് ഗോൾഡ് പർച്ചേസ് കഴിഞ്ഞു. സീറോ ഗോൾഡ് വെഡിങ്? വെൽഡിങ് അല്ല, വെഡിങ്. സീറോ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റു ഗോൾഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ താലി കെട്ടാൻ മണ്ഡപത്തിൽ കയറുമ്പോൾ എൻ്റെ ദേഹത്തുണ്ടാകുന്ന ഗോൾഡ് ഓൺലി ആ റിംഗ് ആയിരിക്കും. കാരണം റിംഗ് എക്സ്ചേഞ്ച് നേരത്തെ നടക്കുന്നുണ്ട്. അല്ലേ അതുമില്ല.
അതെല്ലാം പണയത്തിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ലതാ, മിനിമല, എല്ലാം മിനിമല. നമ്മള് നല്ല ലുക്കുണ്ട്. നമ്മുടെ ബില്ല് വന്നു. ഇനി നമുക്ക് ബോധം കെടാം. അങ്ങനെ നമ്മുടെ കല്യാണത്തിന്റെ ഗോൾഡ് പർച്ചേസ് കഴിഞ്ഞു.